പ്രസവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എത്ര ആൾക്കുണ്ടെന്ന് അറിയാം. മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ 5 ആള്, അടിയിലൊരാള്, അതിന്റെ മേലൊരാള്, അതിന്റെ സൈഡിലൊരാള്, വഴിയിലൊരാള്, സ്ട്രെച്ചറിലൊരാള്, വീൽ ചെയറിൽ വരെ രോഗികളിരിക്കുകയാണ്. പോയാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങളെന്താ ചെയ്യാ? നോറ്റുണ്ടാകുന്ന ഒരു കുട്ടീനെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഇടങ്ങാറാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ ഏറ്റവും എന്താ പറയാ, ഇന്നത്തെ നിലവാരത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ആശുപത്രി എന്ന നിലക്ക് പോയാലും 50,000 റുപ്യ ചുരുങ്ങിയത് വേണം. ഈ കൂട്ടത്തിൽ നിങ്ങൾ ആരൊക്കെ കടക്കാരായിട്ടുണ്ടാവും? നിങ്ങളെന്നെ ആലോചിക്കും. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇപ്പൊ എന്റെ കയ്യിൽ തന്നത് ശിവദാസൻ എന്ന ആൾ തന്ന ഒരു ഡയാലിസിസ് പേഷ്യന്റ്. അയാളെ ഭാര്യ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിസന്ധിയിലാണ്. എന്തെങ്കിലും ഇടപെട്ട് തരണം എന്നാ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര ഡയാലിസിസ് മെഷീനാണുള്ളത് നിങ്ങൾക്ക് അറിയാം. 3 മെഷീനാണ് ഇവിടെ ഈ താലൂക്ക് ആശുപത്രിയിൽ. നിലമ്പൂരിൽ നിങ്ങളെ ബന്ധുക്കളോ കുടുംബക്കാരോ നാട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിച്ച് 61 മെഷീൻ ഉണ്ട്. അറിയാം നമുക്ക്? 61 മെഷീൻ. 2 സർക്കാർ ആശുപത്രികളിലായിട്ട്, നിലമ്പൂർ ഒന്നും ചുങ്കത്തറ എന്ന് പറഞ്ഞ അടുത്ത പഞ്ചായത്തിലൊന്നും. ഞാൻ ചെല്ലുമ്പോൾ ഇതേപോലെ 3 മെഷീനാണ് ഉള്ളത്. 10 വർഷം മുമ്പാണ്. അപ്പൊ നമ്മളതിൽ ഇടപെട്ട് ഞാൻ വ്യക്തിപരമായി വാങ്ങിക്കൊടുത്തത് എന്റെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, അവിടുത്തെ വ്യാപാരികള്, പ്രവാസികള്, അവരൊക്കെ പോയി കണ്ട് കയ്യും കാലം പിടിക്കണം. എന്റെ ജനങ്ങളുടെ സ്ഥിതി ഇതാണ്. നിങ്ങൾ 1 മെഷീൻ തരണം. ചിലർ 1 മെഷീൻ തന്നു, ചിലർ 2 മെഷീൻ തന്നു, അര മെഷീൻ തന്നു, മെഷീൻ തന്നു, 10 ആള് കൂടി 1 മെഷീൻ തന്നു. അങ്ങനെ അത് ഉണ്ടാക്കുക. ഇവിടെ നിങ്ങളുടെ മന്ത്രി എന്ത് ഇടപെടൽ നടത്തി എന്ന് നിങ്ങളിവിടെ വരുന്ന എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ അവരോട് നിങ്ങൾ ചോദിക്കണം. ഓരോന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒന്നും വേണ്ട. ഞാൻ 2 ആഴ്ച മുമ്പ്, ഈ നോമ്പിന്റെ മുമ്പ് അക്കരെ വന്നേരും. ഇവിടെ ഇല്ല പാലം, അണ്ടർപാസ്. എത്ര കാലമായിട്ടൊന്നും ആഗ്രഹം, എത്ര കാലം. അപ്പോ കുറെ ആളുകൾ ഇത് ആഗ്രഹിച്ച് മരിച്ച് മണ്ണിന്റെ അടിയിലായി പോയി. പടച്ചോനെ ഇതിലൊന്നും പോകാൻ, ഇതിലൊന്ന് കുറുക്കുടിക്കാൻ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. എന്താ ഇടപെടാത്തത്? മൂപ്പര് ഭൂമിയിലല്ല, ആകാശത്താ. മൂപ്പര് വിമാനമൊക്കെ പറക്കണില്ല, ആകാശത്ത്. എല്ലാ ആകാശ ബലൂണ്, പട്ടം, പല കളറ്, പല ലൈറ്റ് ആകാശത്തേക്ക് അടിച്ചിട്ടിരിക്കുന്ന ത്രിവർണ്ണം ഉണ്ടാക്കി ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവിടെ പ്രശ്നം. ഇവിടെ നിങ്ങളെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾ എന്താ സ്ഥിതി? ഏതെങ്കിലും ഒരു സ്കൂളിന് സർക്കാർ ഈ MLA വക ഒരു ബസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിയാരി ഇവിടെ പ്രസംഗിച്ചു. UDF നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ? വാഗ്ദാനങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് KSRTC പോകാം. ഈ ബേപ്പൂരിൽ നിങ്ങൾ KSRTC കയറുമോ? ബേപ്പൂർ KSRTC ഉണ്ടോ? ഇവിടെ നല്ലടത്തുണ്ടോ? ഫറൂഖിലുണ്ടോ? രാമനാട്ടുകാരുണ്ടോ? ഒരൊറ്റ ബസ്. ഇത്രയും ഇടുങ്ങിയ സ്ഥലത്ത് ഈ ആളുകൾ ഈ കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന ഈ സ്ഥലത്ത് ഒരൊറ്റ KSRTC ബസ് എന്റെ ജനങ്ങളെല്ലാം കയറിപ്പോയിക്കോട്ടെ. 139 മണ്ഡലത്തിലെയും അമ്മമാരും സഹോദരിമാരും അതിൽ കയറി പോകുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ താടിക്ക് കൈയെടുത്താണ് നിൽക്കുക. അതന്നെ സ്കൂളിൽ, ഈ ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഒരു ബസ് കുട്ടികൾക്ക് പോകാൻ MLA കൊടുത്തിട്ടുണ്ട്. രാവിലെ ഇറങ്ങിയ കാണും. ഞാൻ അങ്ങനെ അന്തപ്പെട്ട് വേപ്പൂരങ്ങാടിയില് രാവിലെ ചായ അടിക്കാൻ ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു ഓട്ടോറിക്ഷയിൽ 10 കുട്ടികളൊക്കെ. ഞാൻ റബ്ബിലാലമിന് പടച്ചോന്റെ കാവലിൽ പോവുക. വാനിന്റെ ഉള്ളിൽ പുറത്തു തൂങ്ങിയിട്ട് കുട്ടികൾ ഇങ്ങനെ തുറ്റെടുക്കാന്നില്ലേ. കാരണം എന്നാൽ തന്നെ 500, 600, 1000 കൊടുക്കണം ഈ കുട്ടീനെ സ്കൂളിൽ വിടണമെങ്കിൽ ഒരു മാസത്തിൽ. വേണ്ടമേ? വേണോ? അപ്പൊ നിങ്ങളൊന്ന് അന്വേഷിക്കുക. വീണ്ടും ഞാൻ പറയാണ്, 23 ബസ് കൊടുത്തിട്ടുണ്ട് MLA ഫണ്ടിൽ നിന്ന് എല്ലാ സ്കൂളിനും. അപ്പോ ഈ അവസ്ഥ ആരുണ്ടാക്കിയതാണ് നിങ്ങളെ മനസ്സിലാക്കണം. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഓരോ മേഖലയും നമ്മൾ എടുത്തു വരിക. നിങ്ങളെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ല. ഇവിടെ മക്കൾ 10ാം ക്ലാസ് പഠിക്കുന്നവരും പേരക്കുട്ടികൾ 10ാം ക്ലാസ് പഠിക്കുന്നവരും ഇവിടെ ഉണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ 95%, 96%, 98%, 99% വാങ്ങുന്ന കുട്ടികള് അവരുടെ അമ്മമാരും ഉമ്മമാരുമാണ് നിങ്ങൾ പലരും. നിങ്ങൾ ആ കുട്ടികൾക്ക് +1 ഇവിടെ പഠിക്കാൻ എത്ര സീറ്റുണ്ട് പേപ്പർ അറിയാമോ? പുറത്തു പോയി പഠിക്കില്ലേ? പൈസ കൊടുത്ത് പഠിക്കുക, പാരലൽ കോളേജിൽ വിടുക. ഒരു ഗവൺമെന്റ് കോളേജില്ല, +1 സീറ്റില്ല ഇവിടെ.